നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ജനുവരി 5 ഞായർ 2025 വാർത്തകളിലേക്ക്. അതിശൈത്യം ഉത്തരേന്ത്യയിലെ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്നു. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഡൽഹിയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വ്യോമ റെയിൽ ഗതാഗതത്തെ കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മൂടൽമഞ്ഞ് ബാധിച്ചു. ദില്ലി, രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ കാഴ്ചപരിധി 0 ചുരുങ്ങി. ഡൽഹി വിമാനത്താവളത്തിൽ 30 വിമാന സർവീസുകളാണ് ഇന്നലെ മാത്രം റദ്ദാക്കിയത്. ഡൽഹിയിൽ ഇറങ്ങേണ്ടിരുന്ന 15 വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടു. 150-ലേറെ വിമാനങ്ങൾ വൈകുകയും ചെയ്തു. അമൃത്സർ, ഗുവാഹത്തി വിമാനത്താവളങ്ങളിൽ മൂടൽമഞ്ഞ് സർവീസുകളെ ബാധിച്ചു. നിരവധി ട്രെയിനുകളും വൈകി ഓടുകയാണ്. അതേസമയം ജമ്മു കാശ്മീരിൽ കനത്ത മഞ്ഞ് വീഴ്ചയും മൂടൽമഞ്ഞും കാരണം സൈനിക വാഹനം റോഡിൽ നിന്ന് തെന്നി താഴ്ചയിലേക്ക് മറിഞ്ഞ് 4 സൈനികർ വീരമൃത്യു വരിച്ചു. ഹരിയാനയിലും പഞ്ചാബിലും മൂടൽമഞ്ഞ് കാഴ്ച മറിച്ചതുണ്ടായ 2 അപകടങ്ങളിലായി 7 പേർക്കാണ് ജീവൻ നഷ്ടമായത്. കർഷക സമരം വീണ്ടും ശക്തമാവുന്നു. കേന്ദ്ര സർക്കാരിനെതിരായ കർഷക സമരം കൂടുതൽ വ്യാപിക്കാനും ശക്തമാക്കാനും കർഷക സംഘടനയുടെ തീരുമാനം. 10-ാം തീയതി രാജ്യഭാഗവുമായി മോദി സർക്കാരിൻ്റെ കോലം കത്തിക്കുമെന്ന് സംയുക്ത കിസാൻ മോർച്ച രാഷ്ട്രീയ വിഭാഗം അറിയിച്ചു. ഗ്രാമങ്ങൾ തോറും പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. സ്കൂൾ കായികമേളയിൽ നിന്ന് 2 സ്കൂളുകളെ വിലക്കിയ സർക്കാർ തീരുമാനം പുനഃപരിശോധന ആവശ്യപ്പെട്ട് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് പ്രതിപക്ഷ നേതാവ് കത്ത് നൽകി. തിരുനാവായ നാവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെയും കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും പ്രതിഷേധിച്ചു എന്ന പേരിലാണ് അടുത്ത വർഷത്തെ കായികമേളയിൽ നിന്ന് വിലക്കിയത്. പ്രതിഷേധിച്ചും പ്രതികരിച്ചും രാഷ്ട്രീയ സമരാനുഭവങ്ങളിലൂടെ കടന്നുവരികയും ചെയ്ത അങ്ങ് മന്ത്രിയായിരിക്കുമ്പോൾ പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ 2 സ്കൂളുകളെ വിലക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും പ്രതിപക്ഷ നേതാവ് കത്തിൽ ചൂണ്ടിക്കാട്ടി. കായിക മേളകളിൽ പ്രതിഷേധിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാനുള്ള സർക്കാർ നീക്കത്തിലെ ഇടത് വിദ്യാർത്ഥി സംഘടനയായ ASF സർക്കാരിൻ്റെ ഈ നീക്കം അത്യന്തം പ്രതിഷേധാർഹമാണെന്ന് IASF സംസ്ഥാന എക്സിക്യൂട്ടീവ് അഭിപ്രായപ്പെട്ടു. എറണാകുളത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന ചടങ്ങിൽ പ്രതിഷേധമുയർത്തിയ മലപ്പുറം, തിരുനാവായ, നാവാമുകുന്ദ, എറണാകുളം, കോതമംഗൽ, മാർബേസിൽ എന്നീ സ്കൂളുകളെ അടുത്ത വർഷത്തെ കായികമേളയിൽ നിന്ന് വിലക്കാൻ തീരുമാനിച്ച നടപടി നീതീകരിക്കാനാവില്ലെന്ന് ASF വ്യക്തമാക്കി. അമ്പലങ്ങളിൽ പോകുന്നവരെ കുപ്പായം ഇടിയിപ്പിക്കാനും ഊരാനും നടക്കുന്ന പിണറായി വിജയന് വേറെ പണിയില്ലേന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അമ്പലങ്ങൾ ഷട്ടിട്ട് പോകുന്നതാണോ എന്നും മുസ്ലിം പള്ളി സ്ത്രീകൾക്ക് പ്രാർത്ഥനയ്ക്ക് പ്രവേശനം നൽകണമെന്ന് പറയാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ എന്നും സുരേന്ദ്രൻ ചോദിച്ചു. ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയ പൊതുമരാമത്ത് വകുപ്പിലെ 31 പേരെ സസ്പെൻഡ് ചെയ്തു. അനധികൃതമായി കൈപ്പറ്റിയ പണം ഇവരിൽ നിന്ന് 18% പലിശസഹിതം തിരിച്ചുപിടിക്കും. ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുമ്പോഴെല്ലാം പാണക്കാട് തങ്ങൾമാരും PK കുഞ്ഞാലിക്കുട്ടിയും സമാധാന സന്ദേശമായി എത്തുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ജാമിഅ നൂരിയ വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. RSSും BJPയും ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സനാതന ധർമ്മം അശ്ലീലമാണെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവന ബാലിശമായ ജൽപ്പനമാണെന്നും കോടിക്കണക്കിന് വരുന്ന ഭാരതീയരെ അവമാനിച്ച നടപടിയിൽ കേസെടുക്കണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് മൃദംഗ വിഷൻ അവതരിപ്പിച്ച നൃത്തപരിപാടി സംഘാടനത്തെ ചൊല്ലി കൊച്ചി മേയറും GCDA ചെയർമാൻ തമ്മിൽ തർക്കമെന്ന് റിപ്പോർട്ടുകൾ. മൃദംഗ വിഷൻ തട്ടിപ്പുകാരനാണെന്ന് താൻ കരുതുന്നില്ലെന്ന് GCDA ചെയർമാൻ പറഞ്ഞപ്പോൾ സംഘാടനത്തിൽ ഗുരുതര പിഴവെന്ന് ആവർത്തിക്കുകയായിരുന്നു മേയർ. യുവജന വിദ്യാർത്ഥി സംഘടനയുടെ പഴയകാല വീര്യം ചോർന്നെന്ന് CPM കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ DYFIക്കും SFIക്കും വിമർശനം. ബഹുജന പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് യുവാക്കൾ സ്വാധീനം ചെലുത്താൻ DYFIക്ക് കഴിയുന്നില്ലെന്നും SFI നേതാക്കൾ വിദ്യാർത്ഥികളോടുള്ള മനോഭാവം മൂലം ക്യാമ്പസുകളിൽ സീറ്റ് കുറയുമെന്നാണ് വിമർശനം. കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഇത്രയേറെ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിച്ച സംസ്ഥാന സർക്കാർ രാജ്യത്ത് വേറെ ഉണ്ടാവില്ലെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. അമ്പലപ്പുഴ താലൂക്ക് കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് ആലപ്പുഴ സെൻറ് ജോസഫ് HSL ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചോദ്യക്കടലാസിലെ ചോർന്നുള്ള ഉത്തരക്കടലാസ് ചോർന്നില്ലെന്ന് ചോദിക്കുന്ന വി ശിവൻകുട്ടിയെ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയവരെ മുക്കാലിൽ കെട്ടി അടിക്കണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മലയാള സിനിമയുടെ താരാസംഘടനയ്ക്ക് അമ്മ എന്ന് പേര് നൽകിയ അന്തരിച്ച നടൻ മുരളിയാണെന്നും അതെങ്ങനെ തന്നെ വേണമെന്നും AMMA എന്ന തരത്തിൽ വേണ്ടെന്നും നടനും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി. കൊച്ചിയിൽ വെച്ച് നടന്ന അമ്മ കുടുംബസംഘ വേദിയിലായിരുന്നു സുരേഷ് ഗോപി ഇങ്ങനൊരു അഭിപ്രായം പ്രകടനം നടത്തിയത്. കൊല്ലം അഞ്ചലിൽ അലയമണിൽ രജനി വിലാസിൽ രഞ്ജിനിയെയും 17 ദിവസം പ്രായമുള്ള ഇരട്ടക്കുട്ടികളെയും കൊലപ്പെടുത്തിയ കേസിൽ 19 വർഷം ശേഷം പ്രതികൾ പിടിയിൽ. അഞ്ചൽ അലയമൺ സ്വദേശി ദിവിൽകുമാർ, കണ്ണൽ ശ്രീകണ്ഠേശ്വരം, കൈതപുരം പുതുശ്ശേരി വീട്ടിൽ രാജേഷ് എന്നിവരാണ് പിടിയിലായത്. സ്നേഹത്തിലായിരിക്കും രഞ്ജിനിക്കും ദിവിൽകുമാറിനുമുണ്ടായ ഇരട്ടക്കുട്ടികളെ പിതൃത്വം ഏറ്റെടുക്കണമെന്ന് രഞ്ജിനി പ്രതി ദിവിൽകുമാറിനോട് ആവശ്യപ്പെട്ടതാണ് അരുംകൊലയ്ക്ക് കാരണം. സൈനികനായിരുന്ന 2 പേരും കൃത്യത്തിന് ശേഷം ഒളിവിലായിരുന്നു. 2006 ഫെബ്രുവരിയിലായിരുന്നു കൊലപാതകം. കഴുത്തർത്താണ് പ്രതികൾ കുറ്റകൃത്യം നടത്തിയത്. പോണ്ടിച്ചേരിയിൽ മറ്റൊരു വിലാസിൽ താമസിച്ചു വരവെയാണ് പ്രതികളെ CBI ചെന്നൈ യൂണിറ്റ് അറസ്റ്റ് ചെയ്ത്. 2 പേരും അവിടെ സ്കൂൾ അധ്യാപകരെ വിവാഹം കഴിച്ചിരുന്നു.
പാലക്കാട് വല്ലാപ്പുഴയിൽ 6 ദിവസം മുമ്പ് കാണാതെ 15-കാരിയെ ഗോവയിൽ നിന്ന് കണ്ടെത്തി. മാക്ഡോൺ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് കുട്ടിയെ കണ്ടെത്തിയത്. നിലമ്പൂരിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോയ അത്യാപ സംഘത്തിൻ്റെ ഡ്രൈവറാണ് പെൺകുട്ടിയെക്കുറിച്ച് ഗോവ പോലീസിന് വിവരം നൽകിയത്. പട്ടാമ്പി പോലീസും കുട്ടിയുടെ ബന്ധുക്കളും ഗോവയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഹൈദരാബാദിലെ മേഡ്ചലിലുള്ള CMR എഞ്ചിനീയറിംഗ് കോളേജിലെ വനിതാ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ ഒളിക്യാമറ കണ്ടെത്തിയ സംഭവത്തിൽ 7 പേർ കസ്റ്റഡിയിൽ. ഹോസ്റ്റൽ വാർഡൻ ഉൾപ്പെടെ 7 പേരെയാണ് ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ എടുത്തത്. മഹാരാഷ്ട്രയിൽ BJPയോട് അടുക്കാൻ ഉദ്ധവ് താക്കറെ ശ്രമിക്കുന്നതായി സൂചന. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരാർത്ഥികളുടെ ലിസ്റ്റ് പുറത്തുവിട്ട് BJP. അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ ഇന്ന് ഇന്ത്യയിലെത്തും. ഇന്ത്യ-അമേരിക്ക നയതന്ത്രബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ സള്ളിവന്റെ സന്ദർശനം സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയവയും അദ്ദേഹം പ്രധാനമായി ചർച്ച നടത്തിയെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ അവതരിപ്പിച്ച് ചൈന. മണിക്കൂറിൽ 450 കിലോമീറ്റർ പിന്നിട്ട പുതിയ ട്രെയിൻ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ അതിവേഗ ട്രെയിനായി മാറിയെന്ന് ചൈന സ്റ്റേറ്റ് റെയിൽവേ ഗ്രൂപ്പ് അവകാശപ്പെടുന്നു. ബോൾഡൻ ഗവാസ്കർ ട്രോഫി പരമ്പരയിൽ 5ാം ടെസ്റ്റിൽ 2ാം ദിനം 15 വിക്കറ്റുകൾ വീണതിന് പിന്നാലെ ഡിസ്നിയിലെ പച്ചപ്പ് നിറഞ്ഞ പിച്ചിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ. ഡിസ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിലേത് ടെസ്റ്റ് ക്രിക്കറ്റിന് അനുയോജ്യമായ പിച്ചല്ലെന്നും പിച്ച് കണ്ടപ്പോൾ പശുവിന് മേയാൻ പറ്റിയതായി തോന്നിയെന്നും ഗവാസ്കർ തുറന്നടിച്ചു. ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങളായ അർജന്റീനയുടെ സൂപ്പർ താരം ലയൺ മെസ്സിക്ക് അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം. ഈ പുരസ്കാരം ലഭിക്കുന്ന 19 വ്യക്തികളുടെ പേരുകൾ US പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചു. മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ഹിലാരി ക്ലിന്റൺ, ഫാഷൻ ഡിസൈനർ റാൽഫ് ലോറൻ, മുൻ പ്രതിരോധ സെക്രട്ടറി അന്തരിച്ച ആഷ്ടൺ കാർട്ടൺ എന്നിവരും പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള യാത്രക്കാരെ ലക്ഷ്യമിട്ട് മൈസൂരു വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് തുടങ്ങാൻ പ്രവാസി മലയാളികളുടെ വിമാന കമ്പനിയായ എയർ കേരള അടുത്ത ജൂണിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന എയർ കേരളയുടെ മാനേജ്മെന്റ് കഴിഞ്ഞ ദിവസം മൈസൂർ വിമാനത്താവളമായി ധാരണയിലെത്തി. ഏതാനും ദിവസം മുമ്പ് കണ്ണൂർ വിമാനത്താവളവുമായി ധാരണാപത്രം ഒപ്പുവെച്ചതിന് പിന്നാലെയാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള മൈസൂർ വിമാനത്താവളവുമായി ധാരണയിലെത്തിയത്. കോഴിക്കോട് കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്ന് ഏറെ അടുത്താണ് മൈസൂർ വിമാനത്താവളം. മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് റോഡ് ട്രെയിൻ കണക്ടിവിറ്റിയും മെച്ചപ്പെട്ടതാണ്. മൈസൂരിൽ നിന്ന് ഏവിയേഷൻ അക്കാദമി ആരംഭിക്കുന്ന കാര്യവും പരിഗണനയിൽ ഉണ്ട്. മലയാളം കണ്ട ഏറ്റവും വയലന്റ് ചിത്രമാണ് മാർക്കോ. ടൈറ്റിൽ കഥാപാത്രമായി ഉണ്ണി മുകുന്ദൻ നിറഞ്ഞാടിയ ചിത്രം സംവിധാനം ചെയ്തത് ഹനീഫ് അദേനിയാണ്. റിലീസ് ചെയ്ത് 15 ദിവസം പിന്നിടുമ്പോഴും മലയാളം ഉൾപ്പെടെയുള്ള ഇൻഡസ്ട്രികളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മാർക്കോ. മലയാളം, ഹിന്ദി, തെലുങ്ക്, തമിഴ് ഭാഷകളിൽ പ്രദർശനം തുടരുന്ന മാർക്കോ ഇപ്പോഴത്തെ പുത്തൻ റെക്കോർഡും സ്വന്തമാക്കിയിരിക്കുകയാണ്. പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റായ ബുക്ക് മൈ ഷോയിലാണ് മാർക്കോ പുത്തൻ ചരിത്രം കുറിച്ചിരിക്കുന്നത്. 15 ദിവസത്തിനുള്ളിൽ 1.53 മില്യൺ ടിക്കറ്റുകളാണ് മാർക്കോയുടേതായി വിറ്റഴിഞ്ഞിരിക്കുന്നത്. 2024 റിലീസ് ചെയ്ത മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റ ചിത്രങ്ങൾ 7ാം സ്ഥാനത്താണ് മാർക്കോയ്ക്ക് ഉള്ളത്. ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷം ഒടുവിൽ ഡിസംബർ 20-നാണ് ബറോസ് തിയേറ്ററുകളിൽ എത്തിയത്. കുട്ടി പ്രഷർ ആവശ്യത്തോടെ ഏറ്റെടുത്ത ചിത്രം ഇതുവരെ നേടിയ കളക്ഷൻ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.